ഈശോ പറഞ്ഞപ്പോൾ അങ്ങനെ പോയണേ. എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അതല്ലേ ഉടമ്പടി. ഉടമ്പടിയിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയിലെന്ന് പറഞ്ഞ വിഷയം ദൈവത്തെ സ്നേഹിക്കാനുള്ള പ്രത്യേകമായ നിയോഗമാണ്. ഉടമ്പടി നിയോഗം എന്താ? നമ്മളുടെ വസ്തു വിൽക്കണം, അല്ലെങ്കിൽ മകളെ കെട്ടിക്കണം, ജോലിക്ക് പ്രൊമോഷൻ കിട്ടണം, PR കിട്ടണം, ദാറ്റ്സ് ഓക്കെ. അതെല്ലാം വിഷയബന്ധിയാണ്. ശരിക്കും വിഷയബന്ധിയിൽ നിന്ന് ഒരു ടൈം കഴിയുമ്പോൾ ക്രൊണോളജിക്കൽ ഗ്രോത്ത് അനുസരിച്ച് വ്യക്തിബന്ധിയിലേക്ക് നമ്മൾ വളരണം. അതിനാണ് ഉടമ്പടി പുതുക്കണ ആൾക്കാർ. വ്യക്തിബന്ധിയിലേക്ക് വളരണം എന്തിനാണ്? അതാണ് ഒന്നൊരു വായിച്ചത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുകയും. അപ്പം കൽപ്പന അവിടെ പാലിക്കണത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ഉടമ്പടി പച്ചയായിട്ടുള്ള ആൾക്കാരൊക്കെ, പച്ച വ്യാപാരില്ല, ഒന്നാം ഘട്ടം, അവർ ആ ഉടമ്പടി പാലിക്കണതിൻ്റെ കാര്യം അവരുടെ വിഷയങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഉടമ്പടി നീല പേപ്പർ വെള്ള പേപ്പറിലേക്ക് മാറുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അവർ ഉടമ്പടി പാലിക്കുന്നതിൻ്റെ കാര്യം എന്താ പറയണത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ കൽപ്പന പാലിച്ചു പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യണത് നമ്മുടെ വിഷയത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം പുതുക്കുമ്പോൾ. ആ ഒരു ഗ്രോത്ത് ആ ബേസിൽ ഉണ്ടാവണം. അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ്, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് നമ്മൾ. അപ്പോൾ എൻ്റെ പേര് ഞങ്ങൾ വന്ന് അവരിൽ വാസം ഉറപ്പിക്കും. അതാണ് പ്രസൻസ്. ഉടമ്പടിയിൽ ഒത്തിരി പേര് മഴവില്ല് കണ്ടു, സഞ്ചാരി മാതാവാണ്, മാതാവ് ദർശനത്തിൽ വന്നു, സ്വപ്നത്തിൽ വന്നു, സ്വപ്ന ദർശനം ഉണ്ടായി. ഇങ്ങനെ ഓരോരോ ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ചാണ് പറയണത്, സുഗന്ധാഭിഷേകം ഉൾപ്പെടെ. അതിൻ്റെ കാര്യം എന്താണ്? ഉടമ്പടി പക്വതയിലേക്ക് വരുന്നതനുസരിച്ചുകൊണ്ട് പ്രസൻസ് കൂടിക്കൂടി വരും. അങ്ങനെ ആ ഒരു ലെവലിലുള്ള ദൈവാനുഭവത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. താങ്ക് യു.